നമസ്കാരം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ചാര സംഘടനയായ ISI കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനകത്ത് ചാര പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ഞെട്ടിക്കുന്ന ആ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റെല്ലാ വഴികളുടെയും ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിഷ്പ്രഭമാക്കാൻ ഭാരതത്തിലെ പുതിയ ഭരണകൂടത്തിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഇടയ്ക്കാണ് എങ്ങനെയെങ്കിലും ഭാരതത്തെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇപ്പോ കുട്ടികളെ പോലും ആയുധമാക്കി ഉപയോഗിക്കുവാൻ പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 7 വയസ്സ് മുതൽ 15 വയസ്സിനിടയിലുള്ള കുട്ടികളെയാണ് ഇവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിലൂടെ ഭാരതത്തിനകത്ത് ചാര പ്രവർത്തനങ്ങൾ അവർക്ക് സുഗമമായി നടത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ സാധ്യമാക്കിയിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഭാരതം പാകിസ്ഥാനു മേൽ കൊടുത്ത ആ ഒരു തിരിച്ചടി, ആ തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യുവാൻ കിട്ടിയ അവസരങ്ങളിലൊക്കെ ഭാരതത്തെ നശിപ്പിക്കുവാൻ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോഴിതാ കുട്ടികളെ ആയുധമാക്കിക്കൊണ്ട്, കുട്ടികളെ ചാരന്മാരാക്കിക്കൊണ്ട് ഭാരതത്തിനകത്തേക്ക് ഇത്തരത്തിലൊരു ചാര പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് പോലും നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ചാര സംഘടനയായ ISI. അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI കുട്ടികളെ ഉപയോഗിച്ച് തീവ്രവാദ ചാര പ്രവർത്തനം നടത്തുന്നതായി റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്ത 40ഓളം പേർ ഇപ്പോൾ സുരക്ഷാ സേനയുടെ നിരീക്ഷണത്തിലാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. 14നും 17നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് ISI കെണിയിൽ കൂടുതലായി വീഴ്ത്തുന്നത്. ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച 15 വയസ്സുള്ള ഒരു കുട്ടിയെ പിടികൂടിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഏജൻസികളുമായി ഈ കുട്ടി ബന്ധം പുലർത്തിയതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടുപിടിച്ചു. പാകിസ്ഥാൻ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രധാന സ്ഥലങ്ങൾ കുട്ടി ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് കൗമാര ചാര ശൃംഖലയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഇവരിൽ 12 പേർ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുള്ളവരും 25 പേർ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരുമാണ്. നിരീക്ഷണത്തിലുള്ള കുട്ടികളുടെ ഫോൺ ക്ലോൺ ചെയ്യപ്പെട്ടിരുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചാര ശൃംഖലയ്ക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ തത്സമയം നിരീക്ഷിക്കുവാൻ ഇത് സഹായിച്ചു. സംശയാസ്പദമായ ആപ്പുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചാണ് ഇവരിൽ പലരെയും ചാര സംഘടന കെണിയിൽ വീഴ്ത്തിയത്. ഇന്ത്യൻ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങളുടെ വിവരങ്ങൾ, സുരക്ഷാ വാഹനങ്ങളുടെ വിവരം തുടങ്ങിയവ സമാഹരിക്കുവാൻ ഈ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 42ഓളം കുട്ടികളെയാണ് കൃത്യമായി പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ഇപ്പോ നിലവിൽ റിക്രൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ഏറെക്കുറെ വ്യക്തമായില്ല. അതായത് ഭാരതത്തിനകത്തുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്നറിയണം. അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് ഈ ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ ആയുധമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു സംവിധാനം അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സംവിധാനം എന്ന് പറഞ്ഞാൽ തീവ്രവാദപരമായിട്ടുള്ള ചാരപ്രവർത്തനം. കുട്ടികളെ ആകുമ്പോൾ അത് അധികം ആരും ശ്രദ്ധിക്കുവാൻ സാധ്യതയില്ല. പക്ഷേ ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അവർ ചിന്തിക്കുന്നതിലും 10 മടങ്ങ് ഇരട്ടി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനത്തെ അതിന്റെ വേര് പലയിടങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ശരി, പാകിസ്ഥാന്റെ പുതിയ അടവ് നയം അത് കുട്ടികളെ ആയുധമാക്കിക്കൊണ്ടാണെന്നുള്ളത് ലജ്ജാവഹമായ കാര്യമാണെന്ന് പറയാതെ വയ്യ.